നമസ്കാരം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ശുഭാംശു ശുക്ല. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് ശേഷമായിരുന്നു ഗ്രീസ് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഹാർമണി മൊഡ്യൂളിൽ ഡോക്ക് ചെയ്തത്. നിശ്ചിത സമയത്തിന് മുൻപാണ് നിലയവുമായി ബന്ധിച്ചത്. 28 മണിക്കൂർ 50 മിനിറ്റ് യാത്ര ചെയ്താണ് ശുഭാംശു ശുക്ലയും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. ആക്സിയം 4 മിഷന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തങ്ങുന്ന ശുഭാംശു ശുക്ലയും സംഘവും ആരോഗ്യം, കൃഷി, ഭക്ഷണം, ജീവശാസ്ത്രം എന്നീ രംഗങ്ങളിൽ 60ഓളം ശാസ്ത്രീയ പരീക്ഷണങ്ങളാണ് നടത്തുക. ബഹിരാകാശ യാത്രക്കിടെ ശുഭാംശു ശുക്ല രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു. നമസ്കാരം എന്ന് പറഞ്ഞായിരുന്നു 4 യാത്രികർക്കൊപ്പം ശുഭാംശുവിന്റെ വാക്കുകൾ തുടങ്ങിയത്. യാത്രയ്ക്കായി അതിയായി ആഗ്രഹിച്ചിരുന്നുവെന്നും അഭിമാന മുഹൂർത്തമെന്നും അദ്ദേഹം പറഞ്ഞു. പരീക്ഷണങ്ങൾ, സുരക്ഷിത തിരിച്ചുവരവ് എന്നിവയ്ക്ക് മതിയായ സമയം ലഭിക്കുന്നതിനാണ് 14 ദിവസത്തെ ദൈർഘ്യം തിരഞ്ഞെടുത്തിട്ടുള്ളത്. 14 ദിവസം ബഹിരാകാശ യാത്രികർക്ക് സൂക്ഷ്മ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുകയും ആരോഗ്യപരമായ മാറ്റങ്ങൾ പഠിക്കാൻ മെഡിക്കൽ ടീമുകൾക്ക് സമയം നൽകുകയും ചെയ്യും. ശുഭാംശു ശുക്ലയുടെ യാത്രയ്ക്കായി 550 കോടി രൂപയാണ് ഇന്ത്യ ചെലവിട്ടത്. 39 വയസ്സുകാരനായ ശുഭാംശു 2006-ലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. 2000 മണിക്കൂറിലധികം യുദ്ധവിമാനങ്ങൾ പറപ്പിച്ചുള്ള അനുഭവ സമ്പത്തുണ്ട് അദ്ദേഹത്തിന്. അതേസമയം വ്യാഴാഴ്ച പകൽ 12:01 പറന്നുയർന്ന സ്പേസ് എക്സ് ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റ് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യാൻ 28 മണിക്കൂർ എടുത്തു. 2 പേടകങ്ങൾ ബഹിരാകാശത്ത് വെച്ച് പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്ന സങ്കീർണമായ പ്രക്രിയയാണ് ഡോക്കിംഗ്. ഇതുവഴി യാത്രികർക്ക് സഞ്ചരിക്കാനും ചരക്കുകൾ നീക്കാനുമാകും. പേടകം നിലയത്തിന് ഏകദേശം 100 മീറ്റർ അടുത്തെത്തുമ്പോൾ മുതൽ യാത്രികരോ ഗ്രൗണ്ട് കൺട്രോൾ ടീമോ പേടകത്തെ ഡോക്കിംഗ് പോർട്ടിലേക്ക് നയിക്കും. ക്യാമറകളും സെൻസറുകളും ഉപയോഗിച്ചാണ് കൃത്യമായ ദൂരവും വിന്യാസവും ഉറപ്പാക്കുന്നത്. ഡോക്കിംഗ് പോർട്ടിൽ തട്ടുമ്പോൾ പേടകത്തെ നിലയുമായി കൃത്യമായി ഉറപ്പിക്കും. ഓട്ടോമേറ്റഡും മാനുവലുമായി 2 രീതിയിലാണ് ഡോക്കിംഗ് നടത്തുന്നത്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം ഓട്ടോമേറ്റഡ് ഡോക്കിംഗ് ആണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.